ഹായ് ഹലോ ഇന്ന് പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. സനീഷ് ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ദ സീക്രട്ട് ഓഫ് കലിംഗ. ഈ സിനിമ ഹൊറർ കോമഡി സബ്ജക്റ്റ് ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, മാളവിക മേനോൻ, മറ്റ് താരങ്ങളും. നല്ല വ്യത്യാസമുണ്ട്. ഫ്രം ഒരു 2 years ആയി ഷൂട്ട് ചെയ്തിട്ട്. അപ്പോ സ്ക്രിപ്റ്റ് പറഞ്ഞതിലും ഇപ്പോ കാണുന്നതിൽ ഭയങ്കര ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പോർഷൻ, എന്റെ പോർഷനും ഞങ്ങൾ 4 ഫ്രണ്ട്സിന്റെ ഒരു കഥയായിരുന്നു ആദ്യം അത്. ബട്ട് ഇപ്പൊ ഇത് നല്ല രസമുണ്ട് ആക്ച്വലി കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്റെ ഗെറ്റപ്പിനും എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടായിരുന്നു ബിഹൈൻഡ്. അതൊന്നും ഇതിലില്ല. ബട്ട് ഓവറോൾ ഇറ്റ് ലുക്സ് നൈസ്. നല്ല മേക്കിംഗ് പേടിക്കാനൊക്കെ ഉണ്ടോ? ഉണ്ട്. പേടിക്ക് അങ്ങനെ കുറവ് എലമെന്റ് ഉണ്ടെന്നേ ഉള്ളൂ. അത്രയും വലിയ കുറവില്ല. എലമെന്റ് ഉണ്ട്. ഞാൻ മറ്റുള്ള സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയുണ്ട്? അത് വേറൊരു സ്റ്റോറി അല്ല. ഇത് വേറൊരു പാറ്റേൺ ആണ്. റേറ്റ് ഡിഫറെന്റ് ആണ്. ഞാൻ സിനിമയും എല്ലാത്തിനും ഒരുപാട് ഡിഫറെന്റ് ആണ്. അപ്പം കുറവ് എലമെന്റ് ഉള്ളത് കൊണ്ട് പുള്ളി ആ ഒരു രീതിയിൽ അങ്ങ് ആക്ട് ചെയ്തിട്ടുണ്ട്. പേടിക്കാനാണ് കൂടുതലുള്ള കുറവ് എലമെന്റ് ഉണ്ട്. അങ്ങനെ അത്രയും പേടിക്കാനില്ല. അവർക്ക് കണ്ടുകൊണ്ട് നമുക്ക് പഴയ കാലത്തില് നമുക്ക് കേട്ട് പരിചയമുള്ള കുറെ കഥകളുണ്ട്, ഭിത്തികള്. അതുപോലെ ഒരു മേക്കിംഗ് ഉണ്ട്. ഈ ട്രെയിലറിന്റെ അകത്ത് കൂടോത്രം അങ്ങനെയുള്ള കൂടോത്രമല്ലത്. അത് കാണുമ്പോൾ ഫിലിം കാണുമ്പോഴേ അറിയുള്ളൂ. അത് കൂടോത്രമല്ല. നമ്മൾ പണ്ട് കാലത്ത് മിത്തുകളുണ്ട് നമ്മളെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി. എനിക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് ആദ്യം അഭിപ്രായം ഡയറക്ടറായിട്ട് മാത്രമല്ല നമ്മളൊരു ആക്ടറായിട്ട് കൂടെ കുറെ പാസ്നപ്പ സോങ്ങിൽ കുറെ പേരുന്നുണ്ട്. കാരണം എല്ലാ ഓഡിയൻസിൽ എന്തെങ്കിലും ധ്യാനിച്ചേട്ടൻ നമുക്ക് തന്നെ ഹെൽത്തിൽ ആൾക്ക് ഏറ്റവും നല്ല ക്യാരക്ടർ, ഒരാൾക്ക് മോശം പറയാൻ കരിയറിൽ ഏറ്റവും നല്ല കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിന്റെ ഏജ് ചെയ്യുന്നവരെ കാരണം 40 പടത്തിൽ മേലെയായിട്ടാണ് തോന്നുക ഇപ്പൊ അല്ലെ. അത്യാവശ്യം എല്ലാ പടങ്ങളിലും ഉണ്ട്. അപ്പൊ കിട്ടുന്ന വേഷങ്ങൾ പല ടൈപ്പ് വേഷങ്ങളല്ലേ? കിട്ടുന്ന എല്ലാം ചെയ്യുക എന്നാണ്. പല ചെറുതോ വലുതോ അങ്ങനെ നോക്കിയിട്ടില്ല. അവസരങ്ങൾ എപ്പോഴും നമുക്ക് വരുന്നത് പറയാം. അപ്പൊ കിട്ടുന്ന അവസരങ്ങളെല്ലാം ചെയ്യുക എന്നുള്ള ഒരു പോളിസിയിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടും, ഒരു ബ്രേക്ക് കിട്ടും പ്രതീക്ഷിക്കുന്നു. അജീഷ് ചെറിയ വേഷത്തിൽ നിന്ന് തുടങ്ങിയതല്ലേ, ഇപ്പൊ വലിയ വേഷങ്ങളിലേക്ക് വന്നു. അപ്പൊ അതിനോട് പറ്റി എന്താ പറയാനുള്ളത്? അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ പടിപടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചെറുതിൽ നിന്ന് ഇങ്ങനെ വലുതായി ഇതിലും വലിയ വേഷങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. സംഭവിക്കുകയും പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രാവശ്യം അജീഷിനെ കാണുന്നേക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയില്ലേ, അതിനെ പറ്റിയോ? ഒരു ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു കോമഡി സിനിമയിൽ ഞാൻ ചെയ്യുന്നത്. കയ്യിൽ കണ്ടത് എനിക്കങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. നല്ലൊരു വർക്ക് ആയിട്ടുണ്ടല്ലോ. ക്രെഡിറ്റ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിഷ്ണു ബ്രോ, ഇന്ന് സിനിമ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായി? എന്നെ സംബന്ധിച്ചൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്റെ 2ാമത്തെ ചിത്രമാണ്. ഇതില് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സനീഷ് ഡയറക്ടർ ഫ്രണ്ട് കൂടെ ഞങ്ങളൊരു ചെയ്യുന്ന ഒരു പേജ് ഞാൻ കപ്പോയിൽ ഇട്ടെന്ന് പറഞ്ഞത്. അതിൽ ഹീറോയിൻ ഞങ്ങളായിട്ട് അതിലുള്ള എല്ലാവരും ഈ മൂവിയിൽ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത പോലെ ഒന്നല്ല പുള്ളി വർക്ക് ചെയ്ത് വന്നത്. സനീഷ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്യാൻ എനിക്ക് തോന്നുന്നു, നന്നായി ചെയ്യാൻ പറ്റുന്നത് വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. വിഷ്ണുവിന്റെ ആദ്യത്തെ പടം ഏതാണ്? ഇത് ആദ്യത്തെ പടം സെക്ഷൻ 306 ITC എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. 2023 ഏപ്രിലായിരുന്നു റിലീസ് ആയത്. അതിൽ രഞ്ജി പണിക്കർ, ശാന്തി കൃഷ്ണൻ, രാഹുൽ മാധവ്, മെറീന മൈക്കിൾ, അത്യാവശ്യം കാസ്റ്റുള്ള മൂവിയായിരുന്നു. അതിൽ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റി. അതായിരുന്നു ഇത് എന്റെ സെക്കൻഡ് മൂവിയാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഭയങ്കര ധൈര്യവാനായി വരികയും പിന്നീട് അവസാനം ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒതുക്കുകയും ചെയ്ത ഒരു കഥാപാത്ര നിലയിൽ സനീഷ് എനിക്കറിയാം, ഡയറക്ടർ എനിക്കറിയാം. പക്ഷെ ഒരു സീനിലൊന്ന് മുഖം കാണിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്. അതായത് കോളേജിലുള്ള ഒരു സീനില് ആ സമയത്ത് വരേണ്ട ഒരാൾ ഒഴിവാവുക. ആ റോള് 1-2 സീൻ ചെയ്ത് നോക്കിയപ്പോ ഓക്കെ ആയി. പിന്നെ ആ റോളിൽ തന്നെ സ്ഥിരമായി.
അങ്ങനെയാണ് ഞാൻ എത്തിപ്പെട്ടത്. പിന്നെന്താ പറയാ, ആദ്യത്തെ സിനിമയാണോ? ആദ്യത്തെ സിനിമയാണ്. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അപ്പോക്കാലിപ്റ്റോ മീഡിയ പറഞ്ഞിട്ട് സനീഷേട്ടൻ നടക്കുന്നുണ്ട്. അതില് ചെറിയ പേജ് ഉണ്ട്. അതിൽ കൂടെ ഞങ്ങൾ റീൽസ് കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു. ആ സമയത്താണ് ഈ സിനിമയിലേക്ക് വരണത്. പിന്നെ യൂട്യൂബിൽ ചെറിയ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഉണ്ടായത്. സിനിമ എക്സ്പീരിയൻസ് നമ്മളെ മോഹൻലാൽ മമ്മൂട്ടി പോലുള്ളവരൊക്കെ കണ്ട സ്ക്രീനിൽ നമ്മളെ തന്നെ ഇരുന്ന് കാണാൻ പറയുന്ന ഒരു ഫീല് ഭയങ്കരമായിരുന്നു. അപ്പോ ഇപ്പൊ സനീഷാന്റെ ആയാലും ഒരുപാട് നാളത്തെ എഫേർട്ടാണ് സിനിമ. ഫാമിലി ഓഡിയൻസിന് വന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. മോസ്റ്റ്ലി ഇപ്പൊ എന്താ പറയുക, കുട്ടികൾക്കായാലും എല്ലാവർക്കും എൻജോയ് ചെയ്തു. ഹൊറർ പടം എന്ന് പറഞ്ഞാലും ജംപ് സ്കെയറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതെ പേടിപ്പിക്കാത്തൊരു ഹൊറർ പടം, നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു പടം, ഫാമിലീസിനെ വന്ന് കാണാൻ പറ്റിയൊരു പടം. അപ്പോ ഇതിൽ ഭാഗമായാലും സന്തോഷം. എല്ലാവരും വരിക, കാണുക, സിനിമ കാണുക, വിജയിപ്പിക്കുക. അതന്നെ. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹം വന്നപ്പോ പടത്തിന് അതൊരു ബൂസ്റ്റ് ആയി. പേഴ്സണലി ഞങ്ങൾ അന്ന് കുറച്ച് സംസാരിക്കുകയും, അപ്പൊ ആൾക്കാരും ആളുടെ റോള് ഒരു ലിമിറ്റഡ് ഒരു ഇതാണ്. പക്ഷെ സെക്കൻഡ് പാർട്ട് ഒരു ഭാഗം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആളായിരിക്കും അതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ സിനിമയുടെ ഒരു ഇത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ധ്യാൻ സൂപ്പറാണ്, അടിപൊളിയാണ്. പുള്ളിക്കാരന്റെ നമ്മളിപ്പോ എന്താ പറയാ, ഒരു മാസത്തിലുള്ള ഒരു ആളല്ല. അപ്പൊ എങ്ങനെയാണ് ആള് ബാക്കി എല്ലാവരും പെരുമാറുന്നത് അതുപോലെ നമ്മളെ കുറച്ചുകൂടി പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാനായാലും എന്റെ ഒപ്പം ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച്, ഇപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഞങ്ങളുടെ ചില ഷോട്ടുകളിൽ ഞങ്ങളുടെ സജഷൻ വരുന്ന ഷോട്ടുകളൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങൾ മാസ്കിട്ടാണ്, ഞങ്ങളില്ല. ആ സമയത്ത് ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഫ്രണ്ടിലേക്ക് എഴുതി. പിന്നെ എന്തിനാ വെറുതെ ഇവരെയും കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞ് അങ്ങനെ ഇപ്പൊ നമ്മളെ ശരിക്കും കൺസിഡർ ചെയ്യേണ്ട കാര്യം പോലും പുള്ളിക്കില്ല. പക്ഷെ അതുപോലെ നമ്മളെ കൺസിഡർ ചെയ്ത് ആ സീനിൽ കൊണ്ടുവന്ന് അടിപൊളിയാണ്. പുള്ളിയുടെ കൂടെ എക്സ്പീരിയൻസ് സൂപ്പറാണ്. പിന്നെ പുള്ളി ആയാലും അടിപൊളിയായിരുന്നു, എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അവരുടെ കൂടെയുള്ള കോമ്പിനേഷനൊക്കെ ആദ്യ സിനിമയിൽ തന്നെ അങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടാൻ പറ്റി. അതൊക്കെ വളരെ സന്തോഷം. സംവിധായകന്റെ അഭിനയം എങ്ങനെയുണ്ട്? സംവിധായകൻ സൂപ്പറാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരുമിച്ച് ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ചെറിയ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. അപ്പൊ ആളുടെ സിനിമ സംവിധാനം ചെയ്ത് അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഓർഗാനിക്കലി സിനിമയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇപ്പൊ ധ്യാൻ ചേട്ടൻ വരെ വേറെ പ്രാക്ടീസ് ഈ അന്ന റോഡ് ചെയ്യിപ്പിച്ചാൽ പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഈ അന്നയുടെ ഏതോ ധ്യാൻ ചേട്ടൻ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പൊ ധ്യാൻ ചേട്ടൻ അന്നർ വന്നാൽ മാത്രമേ ആ ഒരു കണക്ഷൻ കിട്ടിയിട്ട് പോയി അവർക്ക് ഇമോഷണലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അങ്ങനത്തെ ഒരു രീതി പഠിച്ചത്. കാരണം അൾട്ടിമേറ്റ്ലി സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമുക്ക് എങ്ങനെയും പറയാം, ആനിമേഷൻ വഴി പറയാം, കാർട്ടൂൺ വഴി പറയാം, സ്കെച്ച് വഴി പറയാം. എന്റെ സ്റ്റോറി ടെല്ലിംഗ് ഞാൻ ഇതിങ്ങനെ റിയൽ സ്റ്റോറിയാണ്. അല്ല, ഇതിന്റെ ഒരു ചെറിയ ഇതുണ്ട്. ഞാൻ പഠിച്ച കേരള കോളേജ് പണ്ട് കൊട്ടാരായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അവിടെ വലിയ കാടുണ്ട് പുറകെ. ഇപ്പൊ കാട്ടിൽ പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുട്ടിക്കാർക്ക് ക്യാമ്പസിൽ പോകുന്ന സമയത്തൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. രാത്രി പ്രേതം നോക്കിയിട്ട് ഇങ്ങനത്തെ അവിടെ കൊളക്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫെമിലർ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടായിരുന്നു. നമ്മളതിനെ കംപ്ലീറ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് പശ്ചാത്തലത്തിലാണ് സിനിമ ഇങ്ങനെ എത്തിയത്. അവിടെ നിന്നാണ് ഉള്ളിലേക്ക് ഐഡിയ വന്നത്. അങ്ങനത്തെ ഒരു പ്രേതമുള്ള ഒരു ക്യാമ്പസ് വീട്ടിൽ ഉണ്ടാക്കിയത്. പിന്നെ അതിനെ പിന്നെ കലിഞ്ഞാക്കി ഉണ്ടാക്കി വേറൊരു ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഫുള്ള് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലാണ്. ഈ കാസ്റ്റിംഗ് ഒക്കെ നമ്മളിന്റെ വലിയ ബഡ്ജറ്റ് ഒക്കെയാണ്. എങ്ങനെയാണ്? അത്യാവശ്യം ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് വിശേഷികളും വേറെ കാര്യത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഷൂട്ടൊക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു? മെയിൻ നമ്മൾ പലപ്പോഴും 24 hours ആ സമയത്ത് 16 hours ഒക്കെ അല്ലേ, 16 hours ഒക്കെ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമുക്ക് കഥ മാറ്റാൻ പറ്റും. അങ്ങനെ കഥ മാറ്റി ഒക്കെയാണ് ഈ കോമഡി പറ്റിയത്. പ്രേക്ഷകരുടെ അടുത്ത് എന്ത് ജോണർ സബ്ജക്ട് എന്ന് പറയണം? ക്യാമ്പസ് ഹൊറർ കോമഡി ഫാന്റസി പ്ലാൻ ചെയ്യുന്നു. പാട്ടുകളുടെ സബ്ജക്ട് എല്ലാം കംപ്ലീറ്റ് ഉണ്ട്. തേർഡിൻ്റെ ഉണ്ട് ഒരു ഐഡിയ. അത് കുറച്ചുകൂടെ പറയുന്നത്. പക്ഷെ നെക്സ്റ്റ് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു എന്റർടൈനറിൽ കലിംഗയുടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടേക്കുള്ളൂ. കലിംഗനെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം, കുറച്ചുകൂടെ വലുതാക്കി, കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ, കുറച്ചുകൂടെ വലിയ പടമായിട്ട് ചെയ്യണം. എന്തായാലും വലിയ വിജയമായിട്ട് നമ്മളെല്ലാവരും സപ്പോർട്ടുണ്ട്, പ്രാർത്ഥിക്കാം. താങ്ക് യു. പുതിയ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ് വർക്ക് ചെയ്ത് രാഹുൽ നാല് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് എന്തായാലും ഗംഭീര വിജയമാകട്ടെ. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്റെ ഹൈ പെർഫെക്ഷൻ വന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് പരിമിതി കാരണം ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്.
സത്യം പറഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് പാട്ടൊക്കെയാണ് എനിക്ക് പ്രീ പ്രൊഡക്ഷൻ ഞാൻ ഇരിക്കും. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് തീരുമാനമാണ്. ഇത് ആൾക്കാരെ കൺവിൻസ് ചെയ്തിട്ടല്ല, കാരണം സിനിമയിൽ ആർക്കും ഇതുവരെ യൂസ് ചെയ്തില്ല ഇങ്ങനെയൊന്നും. അപ്പൊ ഞാനിത് എല്ലാവർക്കും പോകുമ്പോൾ എല്ലാവർക്കും പേടി ഇത് എങ്ങനെ, കാരണം അടിച്ചാൽ സിനിമ താഴെ പോയി. അപ്പൊ എന്നിട്ട് പക്ഷെ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇവർക്ക് ഓക്കെ. പിന്നെ ഒക്കെ കളർ ഇങ്ങനെ ഇരിക്കുന്നു. ഈ വിശ്വസിനെ മൊത്തം ഒരു കളർ ടോൺ പിടിച്ച് അതിനെ ആ ഗ്ലോയൊക്കെ പുറത്തിച്ച് അവിടെയാണ് കംപ്ലീറ്റ്ലി മെയിൻ കഥയോട് സിങ്ക് ആയി പോയി. അവിടെയാണ് സിനിമ. ഇത് കേരളത്തിലാണ് ചെയ്തത്, തൃശ്ശൂർ ബാംഗ്ലൂരായിരുന്നു മലയാളി ചെയ്തത്. അതിൽ പരപ്പനങ്ങാടി മലയാളി ബോയ് ഒറ്റയ്ക്കാണ് ചെയ്തത്. ഞാനും അവനും കൂടെ അവിടെ പോയിട്ട് ഞങ്ങൾ അവന്റെ വീട്ടിലിരുന്ന് 2 ആഴ്ച ക്രിയേറ്റ് ചെയ്താണ്. എന്താണ് രണ്ടാമത്തെ ഭാഗം വേണം എന്ന് തീരുമാനമെടുത്തത്? അല്ല, ഇത് വർക്ക് ചെയ്ത് വന്നപ്പോ നമ്മൾ ഈ വേൾഡിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് കറക്കം ഈ വേൾഡിൽ. ഇപ്പൊ രാക്ഷസറാണിമാരാണ്, അതായത് ആ ഒരു സ്റ്റോറി ആണെങ്കിലും ഇപ്പൊ അവർ ബാക്കിയുള്ള ഇവർക്കൊക്കെ ഒരുപാട് സ്പേസ് ഇനി കിടക്കുന്നുണ്ട്. ഞാനപ്പോ ഇതിനെ ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ തോന്നി അല്ല ഇതിങ്ങനെ ഒരുപാട് വഴികളൊക്കെ പോകാനുണ്ടല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വേറെ യൂണിവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കലിംഗ യൂണിവേഴ്സ് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് തോന്നി. അപ്പൊ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എവിടെ സപ്പോർട്ട് ചെയ്യാം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. ബാക്കിയപ്പോ നിങ്ങളുടെ കയ്യിലാണ്. ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ റിവ്യൂസിനെ വെച്ച് പടം കാണുമ്പോഴും പറഞ്ഞത്, കാരണം എനിക്കറിയാം റിവ്യൂസ് നല്ലത് വന്നാൽ മാത്രമേ പടം പിക്കപ്പ് ആവുള്ളൂ. കാരണം ടീസർ ട്രെയിലർ തൊട്ടേ ഒരു പ്രിജുഡിസ്റ്റിക് മൈൻഡിൽ ബോംബാവും അങ്ങനെ ഒരുപാട് കാണിച്ചു. അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ പറയാനുള്ള അവസ്ഥയാണ്. റിവ്യൂ വന്നാൽ മാത്രമേ ഇങ്ങനെ പറഞ്ഞവരെങ്കിലും മാറി നിൽക്കുള്ളൂ. ശരിക്കും ഇമ്പോർട്ടൻ്റ്. അപ്പൊ അങ്ങനെ ബെറ്റർ പടം നല്ലതാണെന്ന് വന്നാൽ മാത്രമേ ഓഡിയൻസ് വരാൻ ശ്രമിക്കുള്ളൂ പടം കാണാൻ. ഓൾ ദി ബെസ്റ്റ്.